വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ബംഗ്ലാദേശിന്റെ പുതിയൊരു നീക്കം അവർ തുടങ്ങിയിരിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഷെയ്ഖ് ഹസീനയെ ഇവിടെ കൊണ്ടുവന്ന് ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറയുന്നു. ആവശ്യമെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടൽ തേടും എന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഒരു ഭീഷണി തന്നെയാണ് ഇന്ത്യക്കെതിരെ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്ത്യ അനുസരിക്കാൻ വിസമ്മതിച്ചാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൈമാറൽ ഉടമ്പടിയുടെ ലംഘനമാകുമെന്നാണ് ഈ നിയമോപദേഷ്ടാവായിട്ടുള്ള ആസിഫ് നസ്രു മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്ന റിപ്പോർട്ടുണ്ട്. ഫസ്റ്റ് പോസ്റ്റിലൊക്കെ വാർത്തയുണ്ട്, ഡെയിലി സ്റ്റാറിൽ വാർത്തയുണ്ട്, ബംഗ്ലാദേശിലെ മാധ്യമമായിട്ടുള്ള. അപ്പൊ ഹസീന ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിലാണ്. ഹസീനയെ കൈമാറണമെന്ന് നിരന്തരം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവര് നയതന്ത്ര കുറിപ്പ് ഇറക്കി അവസാനം പറഞ്ഞു ഹസീനയെ കൈമാറണമെന്ന്. ഹസീന കൈമാറാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് തന്നെ ഇന്ത്യ വ്യക്തമായ മറുപടിയും കൊടുത്തതാണ്. ഈ കേസൊക്കെ ഫോർജ്ഡ് ആണ്, അതായത് ഹസീനയ്ക്കെതിരെ നിങ്ങൾ വെച്ചിരിക്കുന്ന കേസൊക്കെ ഫോർജ്ഡ് ആണ്, അതുകൊണ്ട് ഹസീനയെ കൈമാറാൻ സാധിക്കില്ല. ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഹസീനയ്ക്ക് ക്യാബിനറ്റ് മന്ത്രിമാർക്കും സൈനിക നേതാക്കന്മാർക്കും ഉൾപ്പെടെ നിരവധി മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ മനുഷ്യ രാശിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് കലാപം, 77 പേരെ കൊന്ന കേസിലൊക്കെ ഹസീനയുണ്ട്. പോരാത്തതിന് ഹസീന ഇപ്പൊ ഇങ്ങോട്ടേക്ക് പറന്നു വന്ന ഒരു കലാപം ഉണ്ടല്ലോ, ആ കലാപത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കേസ് പോലും ഹസീനയുടെ തലയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ ബംഗ്ലാദേശ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമെന്ന് പറയുന്നു. പോരാത്തതിന് റെഡ് അലേർട്ട് ഹസീനയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കൈമാറാതിരുന്ന അത് വലിയ പ്രശ്നം ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. സത്യമാണോ ചേട്ടാ? അത് സത്യമാണ്. അവർ പറയുന്നതിനകത്ത് സത്യമുണ്ട്. കാരണം നമ്മൾ തമ്മിൽ ഒരു കരാർ ഉള്ളതാണ്. കുറ്റവാളികളെ കൈമാറണം ഉം, എന്നുള്ളൊരിതുണ്ട്. പക്ഷെ അതിനകത്തൊരു ചെറിയ ഒരു ഒരു ഇളവ് കൂടിയുണ്ട്. അതായത് രാഷ്ട്രീയ തടവുകാർക്ക് തടവുകാരെ ഉം, കൈമാറ്റം ചെയ്യാൻ ഓരോ രാജ്യത്തും തീരുമാനിക്കാം. രാഷ്ട്രീയ തടവുകാർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷെയ്ഖ് ഉം, ഹസീന ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ബംഗ്ലാദേശിലെ പല നേതാക്കന്മാരും ഷെയ്ഖ് ഹസീന വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇന്ത്യ അന്നും ഉം, ഇന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് വിട്ടു തരാമെന്നും വിട്ടു തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് നമ്മുടെ അന്താരാഷ്ട്ര ഉം, ഈ നിരീക്ഷകരും മറ്റുമൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഇളവ്, അതായത് രാഷ്ട്രീയ തടവുകാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിമാരൊക്കെ ഉം, ഭരണം വിട്ടൊഴിയുന്ന സമയത്ത് നേരെ പോകുന്ന UK ചിലർ ഗൾഫ് കൺട്രീസിലായിരിക്കും അവരുടെ ശിഷ്ടകാലം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് രാഷ്ട്രീയ ഉം, തടവുകാരാണ്, രാഷ്ട്രീയ അഭയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഉം. സ്വാഭാവികമായിട്ട് നമുക്കിപ്പം ലേറ്റസ്റ്റ് അങ്ങനെ പോയ ഒരാളെ പറയുകയാണെങ്കിൽ സിറിയയുടെ അസദാണ് പോയത്, റഷ്യയിലേക്ക് പോയത്. അപ്പം അതെ അതെ ഈ അതെ. രാഷ്ട്രത്തലവന്മാർ അങ്ങനെ രക്ഷപ്പെട്ട രാഷ്ട്രീയ അഭയം തേടാറുണ്ട്. മിക്കവാറും ഒക്കെ ഈ യൂറോപ്യൻ കൺട്രീസിലാണ് തേടാൻ പോകുന്നത്. അപ്പൊ ഷെയ്ഖ് ഹസീന വന്നപ്പോഴൊന്നും അതെ. ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു ആവശ്യമില്ല. പിന്നീട് ബംഗ്ലാദേശ് ചെയ്തൊരു കാര്യം, ഷെയ്ഖ് ഹസീനയുടെ ഉം, മേൽ ഏതാണ്ട് 100ഓളം ക്രിമിനൽ കേസുകൾ, അതായത് നരഹത്യ ഉൾപ്പെടെയുള്ള, കൊലപാതകം ഉൾപ്പെടെയുള്ളവ ഉം, നടത്തിയതിൽ നരഹത്യ ഉൾപ്പെടെയുള്ള കേസുകൾ വെച്ചിട്ട് 100ഓളം കേസുകൾ ഷെയ്ഖ് ഹസീനയുടെ മേൽ ചാർജ് ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഉം, ഷെയ്ഖ് ഹസീന ഒരു ക്രിമിനൽ കുറ്റവാളിയാണ്. ക്രിമിനൽ കുറ്റവാളിയാകുമ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് അവരെ വിട്ടുകിട്ടണം. ഇവിടെയാണ് ഇന്ത്യ ഒരു സ്റ്റാൻഡ് അതെ. എടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യ പറയുന്നത് ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന്. അവർ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത്. ഉം, പക്ഷെ നമ്മൾ അവരെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ജയശങ്കർ പറഞ്ഞൊരു കാര്യം, ഇവിടെ സ്ഥിരമായി നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതിനെ നമുക്ക് ഉം, അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. കാരണം ഷെയ്ഖ് ഹസീന വന്നതിന്റെ തൊട്ടു പിന്നാലെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ഷെയ്ഖ് ഹസീന ദില്ലിയിൽ ഉം, ഇറങ്ങി അല്പസമയം റെസ്റ്റ് ചെയ്തതിനു ശേഷം അവർ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകും. പ്രത്യേകിച്ച് അമേരിക്കയുടെ പേരാണെന്ന് ഉം, പറഞ്ഞു കേട്ടിരുന്നു. അമേരിക്കയിലേക്ക് ഷെയ്ഖ് ഹസീന പോകാൻ ഉം, സാധ്യതയുണ്ട്. അപ്പൊ താൽക്കാലികമായി ഇന്ത്യയിലേക്ക് എത്തി ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പോകുമെന്നായിരുന്നു അങ്ങനെ ഉം. അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അതെ. അവരുടെ കാര്യങ്ങൾ അവതാളത്തിലാകുകയും പോകാൻ കഴിയാതിരിക്കുകയും ചെയ്തു. അതിനിടയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ്, ഇന്ത്യ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. വിസ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശ് ചെയ്തത് അവരുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഉം, ഇതിനകത്ത് ഒരുപാട് നിയമപ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ്. കാരണം ഓൾറെഡി അവർക്ക് പാസ്പോർട്ട് റദ്ദ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് അവിടുത്തെ ഒരു പൗരത്വം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ പൗരത്വം ഇല്ലാത്ത ഒരാളെ ഉം, നമ്മൾ സംരക്ഷിക്കുന്നത് തെറ്റ് പറയാൻ നമ്മളെ കഴിയുകയുമില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത പൊല്ലാപ്പിലാണ് അവര്. പിന്നെ ഈ രാജ്യങ്ങളും ഉം, രാഷ്ട്രത്തലവന്മാരും പോയിട്ട് ഈ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല. പാകിസ്ഥാനിലെ എനിക്ക് തോന്നുന്നു അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയി. എനിക്ക് രക്ഷപ്പെടണം ആഗ്രഹിക്കാൻ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശ്രീ ഇമ്രാൻഖാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫേമസ് ഉം, ക്രിക്കറ്ററാണ്, ഒരുപാട് ബന്ധങ്ങളുണ്ട്, പേഴ്സണലി ഉള്ള ബന്ധങ്ങളും പൊളിറ്റിക്കലി ബന്ധങ്ങളുമുണ്ട്.
പക്ഷെ അദ്ദേഹം പോകാൻ തയ്യാറായില്ല. അതിന്റെ ഇന്നത്തെ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ജയിലില് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വീണ്ടും ശിക്ഷാ കാലയളവ് കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. അപ്പം ഇത് സ്വാഭാവികമായി നടക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ രാജ്യത്തെ വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ വിജയ മല്യ ഉൾപ്പെടെ യൂറോപ്യൻ കൺട്രീസ് നിൽക്കുകയാണ്. അവിടെ വിട്ടുകിട്ടാനുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരുപാട് നിയമാവലികളും നൂലാമാലകളുമുണ്ട്. ബംഗ്ലാദേശ് ഇന്ന് ഷെയ്ഖ് അതെ അതെ ഹസീന വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട നാളെ കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് കാരണം ഇത് രാഷ്ട്രീയ അഭയമാണ് ഷെയ്ഖ് ഹസീന നേടിയിരിക്കുന്നത്. അവര് രഹസ്യമായിട്ടാണ് അവിടുന്ന് പലായനം ചെയ്തതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാമായിരുന്നു. ഇത് പരസ്യമായിട്ട് ഒരു രാജ്യം കത്തിയെരിയുകയും അവരുടെ വീടിന് നേർക്ക് നമ്മളിതെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അന്ന് അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ ഉം, മാധ്യമങ്ങളും അടക്കം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ ലൈവായി ആണ് കാണിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് അക്രമകാരികൾ എരച്ചെത്തുന്നത് നമ്മൾ ഉം, കണ്ടതാണ്. അവർ രക്ഷപ്പെടുന്നത് കണ്ടതാണ്. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ധനുഷ് തന്നെയാണ് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് 75 കിലോ ബോംബായിരുന്നു അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നതെന്ന് പറയുന്നു. അതെ 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 അങ്ങനെ അപകടകരമായ അതെ സാധ്യതയിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നേടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ അഭയമാണ്. അവരൊരു ക്രിമിനൽ ആണോ അല്ലയോ ഉം, എന്നുള്ളത് തീരുമാനിക്കേണ്ട വിഷയമാണ്. കാരണം ഇപ്പോഴാണ് അവർ ക്രിമിനൽ ആണ് അതെ എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇന്ത്യ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ് ഉം, എന്ന് പറയുന്നത് ഈ ഭരണം മാറി അവർ പോയതിനു ശേഷം പെട്ടെന്നാണ് ഈ കേസ് വരുന്നതും മറ്റുമൊക്കെ. ഏതായാലും ഉം, ഇതൊരു അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ഇതിന് ഒരു പരാതി ബംഗ്ലാദേശ് കൊടുക്കണമല്ലോ. അതാണല്ലോ, അങ്ങനെയാണ് വേണ്ടത്. കാരണം അതിന്റെ ഒരു സ്വാഭാവികമായി അതിൽ പോകും. പക്ഷെ അതിനകത്ത് എന്ത് നടപടി എടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു നടപടിക്കും സാധ്യതയില്ല. കാരണം ഡൊണാൾഡ് ട്രംപും ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു വലിയ സപ്പോർട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ട്രംപ് അധികാരത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഷെയ്ഖ് ഹസീന താൻ പ്രധാനമന്ത്രിയാണ് എന്നുള്ള രീതിയിൽ ആശംസകൾ അറിയിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പം ഉം, ട്രംപിന്റെ ഒരു നിലപാട് നിർണായകമാണ്. ഇത് സ്വാഭാവികമായും ബംഗ്ലാദേശിന് ഇന്ത്യയോട് ആവശ്യപ്പെടുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അതായത് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ്. അവരുടെ രാജ്യത്തു നിന്ന് പോയി, പ്രത്യേകിച്ച് ഇപ്പൊ ഉം, അവിടെ ഞാൻ പറഞ്ഞില്ല, ഈ മതമൗലികവാദികളും പ്രാന്തന്മാരും ഒക്കെ കൂടാണ് അവിടെ ഭരണം നടത്തുന്നതും ഭരണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. ഇവരെ എന്തെങ്കിലും നമുക്ക് രീതിയിൽ സമാധാനിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ രാജ്യത്ത് വലിയ കലാപം ഉണ്ടാകും. ഇത് ബംഗ്ലാദേശിന്റെ ഏറ്റവും ഉം, വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. ഇന്ത്യയോട് എന്തിനാണ് അവർക്ക് ഈ ഉം, പ്രതിഷേധം വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് യുദ്ധം നടത്തിയിരുന്നതാണ്, ഭീകരവാദ പ്രശ്നം. ഈ ബംഗ്ലാദേശിന്റെ വലിയ വിഷയം ഇപ്പോൾ ഇന്ത്യയാണ്. അതായത് ഇന്ത്യയെ തകർക്കണം, ഇന്ത്യയോട് യുദ്ധം ചെയ്യണം, ഇന്ത്യക്കെതിരെ പ്രശ്നം ഉണ്ടാക്കണം, ഇന്ത്യയിൽ നിന്നും വാങ്ങരുത് എന്നാണ് അവിടുത്തെ ഒരു വലിയ വിഭാഗം പറയുന്നത്. നമുക്കറിയാം പാകിസ്ഥാനെ ഉം, പോലൊരു രാജ്യം നമ്മളാണ് ട്രേഡിംഗ് നിർത്തിവെച്ചത്. ഏതാ നമ്മുടെ ഈ ബാലക്കോട്ടിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിന് മുൻപ് തന്നെ നമ്മൾ അവരുമായിട്ട് ആ ട്രേഡിംഗ് നിർത്തി ഉം, വെച്ചപ്പോൾ തന്നെ 50,000-ഓളം വരുന്ന ചെറുകിട ഇടത്തരം വ്യവസായികൾ, മറ്റേ ഉരുളൻകിഴങ്ങ്, സവോള, അങ്ങനെയുള്ളത് നമ്മുടെ ഈ പഞ്ചാബ് അതിർത്തി വഴിയൊക്കെ ട്രേഡിംഗ് നടത്തുന്ന സാധാരണ കച്ചവടം, ഉം, ആ കച്ചവടം നമ്മൾ നിർത്തിവെച്ചു. ആ കച്ചവടം നിർത്തിവെച്ചപ്പോൾ തന്നെ പാകിസ്ഥാന് വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചത്. അവിടുത്തെ കച്ചവടക്കാർ നിരന്തരം ഉം, പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് എങ്ങനെങ്കിലും ഇന്ത്യയായിട്ട് കോംപ്രമൈസ് പോയിട്ട് കച്ചവടം കൊണ്ടുപോകും മുമ്പോട്ടെന്നുള്ളതാണ്. കാരണം ഈ ഇടത്തരം ബിസിനസ്സുകാർ എന്ന് പറയുന്നത് ഒരു വലിയ പങ്കാണ് ഇതിൽ വഹിക്കുന്നത്. അപ്പം ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ വിട്ടിട്ട് ബംഗ്ലാദേശിന് പുറത്തുനിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പൊ പെട്രോളിയം ഉം, ഉൽപ്പന്നങ്ങളായാലും മരുന്നുകളായാലും ഒക്കെ ഇന്ത്യ എന്തുകൊണ്ട് ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗതാഗത സൗകര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ സംബന്ധിച്ച് അവർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള എന്നാൽ വലിയ വില കൊടുക്കേണ്ടാത്ത സാധനങ്ങളാണ്. അതാണ് രണ്ട് കാര്യങ്ങൾ. ഉം, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇന്നലെ ചൈനയുടെ കാര്യത്തിൽ ചർച്ച ചെയ്തൊരു കാര്യം. ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച്, ബംഗ്ലാദേശിലേക്ക് ബിസിനസ്സുകാരെ കച്ചവടക്കാരെ സംബന്ധിച്ച് കടം നിൽക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതായത് ഇന്ത്യൻ കമ്പനികൾ എടുത്തുനിന്ന് ഉം, ഇപ്പൊ ഒരു സാധനം വാങ്ങുമ്പോഴത്തേനും പൈസ ഞങ്ങൾ ഇത് വിറ്റിട്ട് തരാം അല്ലെങ്കിൽ പിന്നെ തരാം എന്ന് പറയുമ്പോൾ കടം കേൾക്കാൻ കപ്പാസിറ്റി ഉള്ളത്. ഇപ്പൊ ബംഗ്ലാദേശ് ഇന്ത്യയെ വിട്ടിട്ട് ഇത് എവിടെ പോയിട്ട് എന്ത് ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നത്? ഇപ്പൊ സംഭവിക്കാനുള്ളത് ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമായിരിക്കും. അവിടുത്തെ ഏറ്റവും ലോ കോസ്റ്റ് സാധനങ്ങൾ ചൈനയുടെ ഒരു ഡംപിംഗ് പോയിന്റ് ആണ് പാകിസ്ഥാൻ. അവിടെ ചൈന കിടക്കുന്ന സെക്കൻഡ് ഉം, ഹാൻഡ് വളരെ ഇതായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ഇടുന്നത്. അവിടെ തേഞ്ഞൊട്ടിയ ഉം, സാധനങ്ങളായിരിക്കും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ പോലും നല്ല പണം കൊടുക്കേണ്ടി വരും. കാരണം ഈ ഇറക്കുമതിയുടെ നികുതിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പണം കൊടുക്കേണ്ടി വരും എന്ന് ഉം, മാത്രമല്ല യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ആരോഗ്യ രംഗത്തെയൊക്കെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. ആരോഗ്യരംഗം ബാധിക്കും. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയൊക്കെയാണ് കൂടുതൽ ബാധിക്കുന്നത്. സത്യത്തിൽ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം അവർ ഈ ആയുധങ്ങളെ കുറിച്ചും
യുദ്ധത്തെക്കുറിച്ചും ഒക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒരു സത്യം. ഉം. ഇതിനേക്കാൾ വലിയ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നവരാണ് താലിബാനികൾ. അവര് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ ആദ്യം പറഞ്ഞ ഡയലോഗ് അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ ഇന്ത്യയാണെന്ന്. ഇന്ന് എന്താണ് ആ താലിബാന്റെ അവസ്ഥ എന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? കാരണം ഇന്ത്യ എന്ന് ഉം. കനിഞ്ഞില്ലെങ്കിൽ പട്ടിണി കടന്നു പോകുന്ന ഒരു സാഹചര്യം പോലും അഫ്ഗാനിസ്ഥാനിൽ ഇന്നുണ്ട്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളില്ലെങ്കിലും നമ്മുടെ ഉം. മരുന്നില്ലെങ്കിലും ഒക്കെ. അപ്പൊ ബംഗ്ലാദേശും ആ ഒരു വഴിയിൽ തന്നെയാണ്. ഏതായാലും ഷേഖ് ഹസീന ഒരു വലിയ വിഷയമായി തന്നെ അല്ല, അവശേഷിക്കുന്നുള്ള ഒരു തർക്കമില്ല. ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം. അതായത് ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ ഇനി ഇന്ത്യയുടെ നടപടി എന്താണ്? ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ട് ഷേഖ് ഹസീന തുടരാനാണോ സാധ്യത, അല്ലെ UK-ലോട്ടോ US-ലോട്ടോ ഷേഖ് ഹസീന പോകാനുള്ള സാധ്യതയുണ്ട്? ഇല്ല, ഇവിടെയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയായിരുന്നു. നമ്മൾ പറഞ്ഞത് ഷെയ്ഖ് ഹസീന ഉം. ഇവിടെ സ്ഥിരമായി നിർത്താൻ നമുക്ക് ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന കാര്യം ഷെയ്ഖ് ഹസീനയുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതായത് നീട്ടിക്കൊടുക്കുകയാണ്. പെർമനന്റ് വിസ ആക്കുകയല്ല ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പെർമനന്റ് ആക്കുകയല്ല ഉം. നമ്മൾ ചെയ്തത്. ഒരു 3 മാസത്തേക്കോ മറ്റോ ഉം. എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ ഒരുപക്ഷെ നമ്മൾ കരുതുന്നത് ഒരു പാകിസ്ഥാനിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് ഒരു വലിയ ചേഞ്ച് ബംഗ്ലാദേശിൽ, സോറി ഇപ്പൊ പാകിസ്ഥാനല്ല, ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്നു. ഉം. ഒരുപക്ഷെ സൈനിക അട്ടിമറിയിലൂടെ സൈന്യം പിടിച്ചെടുക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് ഷെയ്ഖ് ഹസീനെ കൊണ്ടുവന്ന് ഇപ്പൊ UNS നിൽക്കുന്നത് പോലെ ഷെയ്ഖ് ഹസീനെ ഒരു മുഖമാക്കി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയും ആകാം. അങ്ങനെ ഒരു ലക്ഷ്യം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ ഉം. ഇല്ലയോ എന്നറിയില്ല. കാരണം ഇപ്പോൾ ലോകത്തിന്റെ ഒരു ക്രമമൊക്കെ ഈ ട്രംപ് വന്നതോടുകൂടി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഷെയ്ഖ് ഹസീനെ ഉം. നമ്മളിവിടെ ഒരു പെർമനന്റ് ആയിട്ട് നിർത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഒരുപക്ഷെ ട്രംപ് ഇപ്പൊ അധികാരത്തിൽ വന്നതേ ഉള്ളൂ. അതിനുശേഷം ഇനി അദ്ദേഹത്തിന്റെ നിലപാട് നിർണായകമാകും. ഏതായാലും അമേരിക്കയിലേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം പിന്നെ ഇപ്പൊ തന്നെ അവിടുത്തെ കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പുള്ളി. ഇപ്പൊ അവിടത്തേക്ക് ഷെയ്ഖ് ഹസീനെ കൊണ്ടുപോകില്ല ഉം. എന്നറിയില്ല. ഒരുപക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതിനാണ് സാധ്യത കൂടുതൽ. കാരണം ഇപ്പൊ പട്ടാളത്തെ അവിടുത്തെ ഉം. രാഷ്ട്രീയ പാർട്ടികളും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളും ഒക്കെ അവിടുത്തെ പട്ടാളത്തെ വിമർശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഉം. പട്ടാളത്തെ വിമർശിച്ച് തുടങ്ങുന്നു എന്നുള്ളതിന്റെ പ്രധാന കാരണം പട്ടാളം അവിടെ ഒരു ഇവരുടെ ഒരു റഡാറിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിലുള്ള സംഘടനകളുടെ കണ്ണിലേക്ക് ഉം. വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കലാപം തുടങ്ങി ഇന്ന് വരെ അവിടുത്തെ പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും വന്നിട്ടില്ല. അരക്കൻ ആർമി ഈ അതിർത്തിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുവാനും പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ആകെ ഉണ്ടായത് കഴിഞ്ഞ 1 മാസത്തിനായി പട്ടാളത്തിന്റെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് വന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ പട്ടാളം പറയുന്ന ഒരു കാര്യം എല്ലാ പട്ടാളക്കാരും റെഡിയായിരിക്കൂ എന്ന് മാത്രമാണ്. അതെനിക്ക് തോന്നുന്നു ആ വാർത്ത ചെയ്തതും ധനുഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ അതെ, പട്ടാളക്കാരും അതെ. റെഡിയായിരിക്കൂ എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഈ സംഘടനകളെല്ലാം അവിടുത്തെ പട്ടാളത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബംഗ്ലാദേശി പട്ടാളം ഇന്ത്യയുടെ സഹായം വാങ്ങി അല്ലെങ്കിൽ ഇന്ത്യ നിയന്ത്രിക്കുന്ന ഒരു പട്ടാളമാണ്. അതുകൊണ്ട് ഉം. അത് അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് പട്ടാള മേധാവികളെ മാറ്റുന്ന തരത്തിലേക്കാണ് ഇനി അടുത്ത പോകുന്ന ഒരു സ്ട്രൈക്കോ ഇല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമോ ഒക്കെ. പക്ഷെ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഓക്കെ. ഒരു വലിയ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. താങ്ക് യു, വിജേട്ടാ. വളരെ നന്ദി.